എന്നെപ്പോലെ പടവലങ്ങ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഏത് ഇഷ്ടമില്ലാത്തവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചു പോകും. അപ്പൊ ഞാനിതാ ഇതുപോലെ ഒരു ചെറിയ പടവലങ്ങയുടെ പകുതിയെ എടുത്തിട്ടുള്ളൂ. അത് തൊലിക്കൊന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒരു 2 ഇഞ്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും ഒരു 1/2 ടീസ്പൂണ് ജീരകവും 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഈ ഒരു മസാലകളൊക്കെ നമ്മൾ എത്രയാണോ പടവലങ്ങ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ആദ്യം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു പടവലങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മസാല ഇളകി പോകും. ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുത്താൽ നമ്മുടെ പടവലങ്ങ ഫ്രൈ റെഡിയായി. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.